ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു സദേൺ സ്റ്റോക്ക് അക്കാഡമി. എൻ്റെ പേര് സൂര്യൻ, സദേൺ സ്റ്റോക്ക് അക്കാഡമിയുടെ ഫൗണ്ടർ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ബിഗ് മണി എന്ന സീരീസിലൂടെ കംപ്ലീറ്റ്ലി SMC എന്താണ്, ICT എന്താണെന്ന് ഇൻഡെപ്ത് ആയിട്ട് ഇറങ്ങി പഠിക്കുന്ന ഒരു സീരീസ് ആണ് ദ ബിഗ് മണി. അപ്പോൾ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ മൂവ്മെന്റ്സ് മനസ്സിലാക്കി അവരുടെ ഒപ്പം തന്നെ ട്രേഡ് എടുത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ SMC എന്താണ്, ICT എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. SMC സ്മാർട്ട് മണി കോൺസെപ്റ്റ്, ICT ഇന്നർ സർക്കിൾ ട്രേഡർ. അപ്പോൾ എന്താണ് ഈ ഒരു സ്മാർട്ട് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്മാർട്ട് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അവരുടെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റലിജന്റ്ലി ട്രേഡ് എടുത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ സെബിയുടെ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ 100-90% ആൾക്കാരും മാർക്കറ്റിൽ ലോസ് ആണ് മേക്ക് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും കൂടുതലധികം പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത് ആരായിരിക്കും? അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആണ്. അപ്പോൾ അവരുടെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റും അതുപോലെ തന്നെ ഇന്നർ സർക്കിൾ ട്രേഡർ എന്ന ഈ ഒരു കോൺസെപ്റ്റും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് SMC ICT എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ വലിയ ഫണ്ട്, അതായത് ബില്യൺസോ അല്ലെങ്കിൽ ട്രില്യൺസോ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പവർ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നവരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആയിട്ട് കണക്കാക്കാം. അതേസമയം മറ്റു ടൈപ്പ് ഓഫ് ഒരു ട്രേഡർ ഉണ്ട്, അതാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. അപ്പോൾ ഈ ഒരു റീറ്റെയിൽ ട്രേഡർ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള കുറച്ച് ഫണ്ട് മാത്രം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോസ് മേക്ക് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ലോസ് മേക്ക് ചെയ്യുന്നത്. അതേസമയം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത്. നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ 100-90% ട്രേഡേഴ്സും മാർക്കറ്റിൽ ഫെയിൽ ആണ് ആവുന്നത്, ലോസ് ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും എങ്ങനെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ കൂടെ ട്രേഡ് എടുത്ത് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്, സ്മാർട്ട് മണി കോൺസെപ്റ്റ് ആൻഡ് ഇന്നർ സർക്കിൾ ട്രേഡർ എന്നീ രണ്ട് കോൺസെപ്റ്റിലൂടെ നമുക്ക് സ്മാർട്ട് മണി, അതായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ എൻട്രീസും എക്സിറ്റും ഒക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ SMCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഫണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നതിനെയാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് മണി എന്ന് പറയുന്നത്. അതായത് വലിയ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ നമുക്ക് സ്മാർട്ട് മണി ആയിട്ട് കണക്കാക്കാം. അവർ ചെലവാക്കുന്ന ഫണ്ടിനെ നമുക്ക് സ്മാർട്ട് മണി ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മുടെ ഈ ഒരു ICT എന്ന് പറയുമ്പോൾ ഇന്നർ സർക്കിൾ ട്രേഡർ. അപ്പോൾ ഈ ഒരു SMCക്കും ICTക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് വലിയ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ മൂവ്മെന്റ് മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് എടുക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇന്നർ സർക്കിൾ ട്രേഡറിലും വരുന്നത്, SMCയിലും വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് വരുന്ന രണ്ട് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇന്നർ സർക്കിൾ ട്രേഡർ എന്ന് പറയുമ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്കിൾ ഹഡിൽസ്റ്റൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ഇന്നർ സർക്കിൾ ട്രേഡർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പുള്ളിയുടെ യൂട്യൂബ് ചാനലും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പുള്ളിയുടെ പേരാണ് മൈക്കിൾ ഹഡിൽസ്റ്റൺ. ഓക്കെ, ഈ പുള്ളിയാണ് നമ്മുടെ ഇന്നർ സർക്കിൾ ട്രേഡർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സ്മാർട്ട് മണി കോൺസെപ്റ്റ് തന്നെയാണ്. സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ നിന്നും കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് കുറേ കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് പുള്ളിയുടേതായിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിനെ മാറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട്. ഒരുപാട് ട്രേഡേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ICT ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ICT കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴും. പക്ഷേ ഇത് തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമൊന്നുമില്ല. അതായത് SMC സ്മാർട്ട് മണി കോൺസെപ്റ്റ് പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസും കാര്യങ്ങളും തന്നെയാണ് നമ്മുടെ ഈ ഒരു ICTയിലും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ SMCയും ICT എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പറയാൻ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് അതിന്റെ ഫസ്റ്റ് സെഷൻ ആയിട്ടുള്ള നമുക്ക് ഈ ഒരു SMC അല്ലെങ്കിൽ ICT യൂസ് ചെയ്ത് എങ്ങനെയൊക്കെ ട്രേഡ് എടുക്കാൻ സാധിക്കും, ഇപ്പോൾ അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഇതുപോലുള്ള ഒരുപാട് ടേംസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കാം. പ്രധാനമായും 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് ബുള്ളിഷ് മാർക്കറ്റ്, രണ്ടാമത്തേത് ബെയറിഷ് മാർക്കറ്റ്, മൂന്നാമത്തേത് സൈഡ് വേസ് മാർക്കറ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്? ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇൻസ്ട്രുമെന്റ് ആയിക്കോട്ടെ അത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് ബുള്ളിഷ് മാർക്കറ്റ് ആയിട്ട് കണക്കാക്കാം. അതേസമയം താഴേക്കാണ് വരുന്നതെങ്കിൽ അതിനെ ഒരു ബെയറിഷ് മാർക്കറ്റ് ആയിട്ട് കണക്കാക്കാം. ഇനി താഴേക്കും പോകുന്നില്ല മുകളിലേക്കും പോകുന്നില്ല, അത് മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആ ഒരു റേഞ്ചിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതിനെ ഒരു
സൈഡ് വേസ് മാർക്കറ്റായിട്ട് കണക്കാക്കാം. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇൻഡെപ്ത് ആയിട്ട് ബുള്ളിഷ് മാർക്കറ്റിനെയും ബെയറിഷ് മാർക്കറ്റിനെയും സൈഡ് വേസ് മാർക്കറ്റിനെയും പറ്റി പഠിക്കാം. അതിൽ ആദ്യം നമ്മൾ ആ ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ എപ്പോഴും ഹയ്യർ ഹൈ മേക്ക് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഹയ്യർ ഹൈ മേക്ക് ചെയ്തായിരിക്കും പോകുന്നത്. അതേസമയം ഹയ്യർ ഹൈ മേക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹയ്യർ ലോയും മേക്ക് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഹൈ മേക്ക് ചെയ്തു, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇതാണ് ആ ഒരു ഹൈ. അതിനുശേഷം ഒരു ഹയ്യർ ലോ, അതായത് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ലോയിനേക്കാളും എബോ ആണ് ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു ലോ. അപ്പോൾ അതിനെ ഹയ്യർ ലോ ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് വീണ്ടും ഈ ഒരു ഹയ്യർ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പുതിയൊരു ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ആ ഒരു ലോ, ഇതിന് മുന്നേ ഉണ്ടാക്കിയ ഹയ്യർ ലോയ്ക്കും എബോ ആണ് നെക്സ്റ്റ് വരുന്ന ആ ഒരു ഹയ്യർ ലോ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒരു ഹയ്യർ ലോ ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വീണ്ടും അടുത്ത ട്രെൻഡിലേക്ക് പോകുമ്പോൾ അടുത്ത വീണ്ടും ഈ ഒരു ഹയ്യർ ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു പുതിയ ഹയ്യർ ഹൈ മേക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ആ ഒരു ഹയ്യർ ഹൈ. ഇങ്ങനെ ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ എപ്പോഴും ഈ ഒരു ഹയ്യർ ഹൈസ് മേക്ക് ചെയ്തുകൊണ്ട് പോകും. ഹയ്യർ ഹൈസ് മേക്ക് ചെയ്ത് പോകുന്നതിന് നമുക്ക് ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹയ്യർ ഹൈ മാത്രമല്ല ഹയ്യർ ലോയും മേക്ക് ചെയ്യാറുണ്ട്. അതായത് വീണ്ടും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഹയ്യർ ലോ, അതായത് ഹയ്യർ ഹൈയും ഹയ്യർ ലോയും മേക്ക് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ബുള്ളിഷ് മാർക്കറ്റ് മുകളിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ നമുക്കിനി ബെയറിഷ് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ബുള്ളിഷ് മാർക്കറ്റിൽ കണ്ടത് മാർക്കറ്റ് എപ്പോഴും ഹയ്യർ ഹൈസും അതുപോലെ തന്നെ ഹയ്യർ ലോസും ആണ് മേക്ക് ചെയ്യുന്നത്. ഹയ്യർ ഹൈസും ഹയ്യർ ലോസുമാണ് മേക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഈ ഒരു ബെയറിഷ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ലോവർ ഹൈസും ലോവർ ലോസുമാണ് മേക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ലോവർ ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്, താഴേക്കാണ് വരുന്നത്, ലോവർ ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പുതിയൊരു ലോവർ ലോ മേക്ക് ചെയ്തു. ഇവിടെ പുതിയൊരു ലോവർ ലോ മേക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കും ആ ഒരു ലോവർ ലോ മേക്ക് ചെയ്തതിന് ശേഷം ഒരു ലോവർ ഹൈ ഇവിടെ മേക്ക് ചെയ്തു. അതായത് മുന്നേ ഉണ്ടായിരുന്ന ലോവർ ഹൈനേക്കാളും വീണ്ടും താഴെയാണ് ആ ഒരു ലോവർ ഹൈ മേക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഈ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ പുതിയൊരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ പുതിയൊരു ലോവർ ലോ മേക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വീണ്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടുത്തെ ആ ഒരു ലോവർ ഹൈനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് താഴെയാണ്, അതായത് മുന്നേ ഉണ്ടാക്കിയ ആ ഒരു ലോവർ ഹൈനേക്കാളും താഴെയാണ് പുതിയ ഈ ഒരു ലോവർ ഹൈ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും ഒരു ബെയറിഷ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ലോവർ ലോസ് മേക്ക് ചെയ്തുകൊണ്ട് തന്നെ താഴേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും മാർക്കറ്റ്. അതേസമയം നമ്മൾ ഈ ഒരു ഹൈ സൈഡ് നോക്കുവാണെങ്കിൽ ലോവർ ഹൈസ് ആണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ബുള്ളിഷ് മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഹയ്യർ ഹൈസും ഇവിടെ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം, ഹയ്യർ ഹൈസും അതുപോലെ തന്നെ ഹയ്യർ ലോസുമാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോകുന്നത്. അതേസമയം ഒരു ബെയറിഷ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോവർ ഹൈസും അതേസമയം ലോവർ ലോസുമാണ് മേക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു ബെയറിഷ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ബുള്ളിഷ് മാർക്കറ്റും അല്ലെങ്കിൽ ഒരു ബെയറിഷ് മാർക്കറ്റിന്റെയും ആ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്നതാണ് സൈഡ് വേസ് മാർക്കറ്റിൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുമെന്ന് നോക്കാം. അതായത് ഇവിടെ ഹയ്യർ ഹൈസോ അല്ലെങ്കിൽ ലോവർ ലോസോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും മേക്ക് ചെയ്യത്തില്ല. എപ്പോഴും ഈക്വൽ ഹൈ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈക്വൽ ഹൈസ് ആണ് എപ്പോഴും മേക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് മുകളിലേക്കുമല്ല പോകുന്നത്, താഴേക്കുമല്ല വരുന്നത്. ഇവിടെ നമുക്ക് താഴെ ഡൗൺ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ ലോസ് ആണ് മേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ഈക്വൽ ലോ, അതിനുശേഷം വീണ്ടും ഒരു ഈക്വൽ ലോ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ വരുന്നത്. അതായത് ഇവിടെ ഈക്വൽ ഹൈസും ഈക്വൽ ലോസുമാണ്, അപ്പ് സൈഡിലേക്കുമില്ല ഡൗൺ സൈഡിലേക്കുമില്ല മൂവ്മെന്റ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹയ്യർ ഹൈ ഹയ്യർ ലോ വരുന്നത് ബുള്ളിഷ് മാർക്കറ്റിലും, ലോവർ ഹൈ ലോവർ ലോ വരുന്നത് ബെയറിഷ് മാർക്കറ്റിലും. അതേസമയം നമ്മുടെ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഈക്വൽ ഹൈസും ഈക്വൽ ലോസുമാണ്. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിന്റെ ഓവറോൾ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇത് മാത്രമല്ലാണ്ട് നമുക്കിനി നേരെ ചാർട്ടിൽ, അതായത് ഇപ്പോൾ നമ്മൾ തിയറിറ്റിക്കലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. അതിനുശേഷം നമുക്കിനി ജസ്റ്റ് നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ കാൻഡിൽസ്റ്റിക് ചാർട്ട് നോക്കി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നേരെ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിൽ പോയി നോക്കാം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചാർട്ട് XAUSD ഗോൾഡിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ തിയറിറ്റിക്കലി പഠിച്ച കാര്യങ്ങൾ, അതായത് ബുള്ളിഷ് മാർക്കറ്റ്, ബെയറിഷ് മാർക്കറ്റ്, അതുപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു കാൻഡിൽസ്റ്റിക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പ്രാക്ടിക്കലി അതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഞാനൊരു ടൂള് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു ഹൈ മേക്ക് ചെയ്തു,
അങ്ങനെ ആ ഒരു ഹൈ മേക്ക് ചെയ്തതിന് ശേഷം ഒരു ലോ മേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ഈ ഒരു ഹൈനെ ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ഹയ്യർ ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹയ്യർ ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റിലൂടെ ഒരു ഹയ്യർ ലോ, ഇവിടെ ഒരു ഹയ്യർ ലോയും മേക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ആ ഒരു ഹൈനെ ബ്രേക്ക് ഔട്ട് നടന്നുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഒരു ഹയ്യർ ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് റീട്രേസ്മെൻറ്റിലൂടെ ഒരു ഹയ്യർ ലോ മേക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ ഒരു ബ്രേക്ക് ഔട്ടിലൂടെ വീണ്ടും ഒരു ഹയ്യർ ഹൈ, അതിനുശേഷം വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ്, ഹയ്യർ ലോ, പിന്നെ ഒരു ഹയ്യർ ഹൈ. ഇത്തരത്തിലാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിൽ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഹയ്യർ ഹൈസും ഹയ്യർ ലോസും എങ്ങനെയാണ് ക്രിയേറ്റ് ആയി പോകുന്നതെന്ന്. നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ബെയറിഷ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആവുന്നതെന്നാണ്. അതായത് ബെയറിഷ് മാർക്കറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോവർ ലോസും ലോവർ ഹൈസുമാണ് മേക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ഹൈ മേക്ക് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഒരു ലോവർ ലോ മേക്ക് ചെയ്തിട്ടുണ്ട്. ലോവർ ലോ മേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഷോർട്ട് കവറിങ് വന്നുകൊണ്ട് തന്നെ നമുക്കൊരു ലോവർ ഹൈ, അതായത് നേരത്തെ ഹൈനേക്കാളും താഴെയാണ് ഇപ്പോൾ ഒരു ഹൈ മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതിനെ ലോവർ ഹൈ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ വീണ്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു ഈ ഒരു ലോവർ ലോയിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും പുതിയൊരു ലോവർ ലോ, അതായത് പുതിയൊരു ലോവർ ലോ ഇവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ഷോർട്ട് കവറിങ്ങിലൂടെ വീണ്ടും ഒരു ലോവർ ഹൈ ഇവിടെ മേക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീണ്ടും ഈ ഒരു ലോവർ ലോയിനെ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് പുതിയൊരു ലോവർ ലോ മേക്ക് ചെയ്യുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു താഴേക്ക് പോകുന്ന മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്. അതായത് ലോവർ ലോസ് മേക്ക് ചെയ്ത് പോകുന്ന മാർക്കറ്റിനെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇനി ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വലിയ എന്താ പറയുക ഒരു അപ്പ് സൈഡോ അല്ലെങ്കിൽ ഡൗൺ സൈഡോ വലിയൊരു മൂവ്മെൻറ്റ്സോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതായത് നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് തരാം. അതായത് ഇവിടെ ഈക്വൽ ഹൈയും ഈക്വൽ ലോസുമാണ് മേക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിന് നമുക്ക് എന്താ പറയുക ഒരു സൈഡ് വേസ് മാർക്കറ്റ്, അല്ലെങ്കിൽ ഇവിടെ ഈക്വൽ ഹൈ, അതായത് ഈക്വലാണ് എല്ലാം, ഈക്വൽ ഹൈ ഈക്വൽ ലോ, അതുപോലെ തന്നെ ഈക്വൽ ഹൈ ഈക്വൽ ലോ, ഈ ഒരു രീതിയിലാണ് എല്ലാം ഈക്വലായിട്ടാണ് പോകുന്നത്. ഒരു അപ്പ് സൈഡിലേക്കോ ഡൗൺ സൈഡിലേക്കോ മൂവ്മെൻറ്റ്സ് ഇല്ല. ഇത് സൈഡ് വേസ് മാർക്കറ്റായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നമ്മളിപ്പോൾ അപ്പ് ട്രെൻഡ് പഠിച്ചു. അപ്പ് ട്രെൻഡ് ഹയർ ഹൈസും ഹയർ ലോസുമാണ് മേക്ക് ചെയ്ത് പോകുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ബെയറിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലോവർ ലോസും ലോവർ ഹൈസുമാണ് മേക്ക് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ഹൈസും അതുപോലെ തന്നെ ഈക്വൽ ലോസുമാണ് മേക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലൂടെ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ദ ബിഗ് മണി എന്ന ഈ സീരീസിലൂടെ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്താണ്, ICT കോൺസെപ്റ്റ് എന്താണ്, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രേഡേഴ്സിൻ്റെ കൂടെ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു മാർക്കറ്റ് സ്ട്രക്ചർ. അതും നമ്മൾ ഇൻഡെപ്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബുള്ളിഷ് മാർക്കറ്റ് ഉണ്ട്, ബെയറിഷ് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ട്. അതുമാത്രമല്ലാണ്ട് നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഓവറോൾ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹയർ ഹൈസും ഹയർ ലോസും, അതുപോലെ തന്നെ ലോവർ ഹൈസും ലോവർ ലോസും, അതുപോലെ തന്നെ ഈക്വൽ ഹൈ ഈക്വൽ ലോ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ലാണ്ട് നമ്മൾ നമ്മുടെ ചാർട്ടിൽ പോയി ഇൻഡെപ്ത് ആയിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഹയർ ലോസും ഹയർ ഹൈസും അതുപോലെ തന്നെ സൈഡ് വേസ് മാർക്കറ്റും ഇതെല്ലാം എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ രീതിയിൽ നമുക്ക് ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അതായത് SMC ICTയെ കുറിച്ച് ഇൻഡെപ്തായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്, കംപ്ലീറ്റ്ലി നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീക്കിലും നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വാല്യൂബിൾ കണ്ടന്റ്സിനായി ഇപ്പം തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അതുമാത്രമല്ല നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്.